CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ നാട്ടുകാരിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. ചെന്തുണ്ട് ഭാഗത്താണ് പുലി കൂട്ടിലായത്. കഴിഞ്ഞ ദിവസം 6 മാസം പ്രായമുള്ള പശുക്കിടാവിനെ പുലി പിടിച്ചിരുന്നു. ഏകദേശം 5 വയസ്സ് പ്രായമുള്ള പുലിയാണ് കൂട്ടിലായത്. ചെർപ്പുളശ്ശേരി നഗരസഭ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. കുറ്റിക്കോട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് നഗരസഭയുടെ അനുമതി ആവശ്യപ്പെട്ടുള്ള അജണ്ടയാണ് തർക്കത്തിലായത്. RC രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത പദ്ധതിക്ക് അനുമതി നൽകാനാകില്ലെന്ന് ഭരണപക്ഷവും നിലപാടെടുത്തു. കച്ചനാട്ടുകര കൃഷിഭവൻ പരിധിയിലെ ചെത്തല്ലൂർ സൗത്ത് മാമ്പ്ര പാടശേഖരത്തിറക്കിയ നെൽകൃഷി പൂർണ്ണമായും നശിച്ച നിലയിൽ. വിളവെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ നെല്ല് മുഴുവൻ പതിരായി മാറിയത് കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. 3.5 ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് 1 മണി അരി പോലുമില്ലാതെ ഉപയോഗശൂന്യമായത്. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 3 വരെ നിലാതീരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവത്തെ നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങി ബൃഹത്തായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ നാട്ടുകാരിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. ചെന്തുണ്ട ഭാഗത്താണ് പുലി കൂട്ടിലായത്. കഴിഞ്ഞ ദിവസം 6 മാസം പ്രായമുള്ള പശുക്കിടാവിനെ പുലി പിടിച്ചിരുന്നു. ഏകദേശം 5 വയസ്സ് പ്രായമുള്ള പുലിയാണ് കൂട്ടിലായത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ശനിയാഴ്ച പുലർച്ചെയോടെ പുലി കുടുങ്ങിയത്. പുലിയുടെ ആരോഗ്യം പരിശോധിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ഒരു തള്ളൻ 2 കുഞ്ഞുങ്ങളുമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ നിരവത്ത് ഭാഗത്ത് വാക്കോട നിരവ് ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം 4-5 പ്രാവശ്യം കണ്ടത് ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ 4 ഉണ്ട് നിലവിൽ. അതിൽ 4 2 കിട്ടിയിട്ടുണ്ട്. ഒരു തള്ളൻ 2 കുഞ്ഞുള്ളത് കിട്ടാനുണ്ട്. പിന്നെ വേറെ ഒരെണ്ണൂടെ ഉണ്ട്. ഇത് ആദ്യം കിട്ടിയത് പെൺപുലിയാണ്. ഇപ്പൊ കിട്ടിയത് ആണാണ്. മച്ചാന്തോട് ചെന്തണ്ട് ജനവാസ മേഖലയിൽ വീടിനു പിന്നിലെ പറമ്പിൽ കെട്ടിയിരുന്ന കാളക്കുട്ടിയെ പുലി കടിച്ചു കൊന്നിരുന്നു. ചെന്തണ്ട് ഈറ്റത്തോട്ടിൽ വീട്ടിൽ റജി സെബാസ്റ്റ്യന്റെ 8 മാസമായ കാളക്കുട്ടിയെയാണ് പാതി ഭക്ഷിച്ച് ഉപേക്ഷിച്ച നിലയിൽ കണ്ടത്. വെള്ളിയാഴ്ച രാവിലെ 4 മണിയോടെയായിരുന്നു സംഭവം. ഇവിടെ ക്യാമറയും വെക്കണം, അതുപോലെ തന്നെ കൂടും 7 മണിക്ക് മുമ്പിൽ വെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിന് അങ്ങനെ മാത്രമേ ബാക്കിത്തെ നടപടി നടത്താൻ പാടുള്ളൂ എന്നും പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് കൂട് വൈകുന്നേരം ഇവിടെ എത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. എന്തായാലും ഒരു രാത്രി തന്നെ ഈ പുലിയെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന് നമ്മളെ സഹായിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നുണ്ട്. വന്ന് സഹകരിച്ച റസാഖ് മൗലി സാറ്, അതുപോലെ തന്നെ MLA, പിന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും വന്നിരുന്നു. ഞങ്ങൾ വൈകുന്നേരം കൂടിൻ്റെ കൂടെ കയറി വന്നിരുന്നു. പിന്നെ ഈ നാട്ടുകാർ സമാധാനപരമായി നമ്മളോട് സഹകരിച്ച ഈ നാട്ടിലെ പ്രമുഖരായ കുറേ യുവജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്, നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പഞ്ചായത്തിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ പറയുന്നുണ്ട്. ഇത് സമാധാനപരമായി കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. ഇവര് എല്ലാ സഹകരണങ്ങളും ഈ നാട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 മാസം മുൻപ് സമീപ പ്രദേശമായ വാക്കോടനിൽ നിന്നും ഒരു പുലിയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടുകയും ഇതിനെ ശിരുവാണിയിലെ കേരളമേട് ഭാഗത്ത് ഉൾവനത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പുലി വന്ന സ്ഥലത്തിന് കുറച്ചു മുകളിലായി വനത്തോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് കൂട് സ്ഥാപിച്ചത്. ദിവസങ്ങളായിട്ട് ഇത് ഇവിടെ പുലിയുണ്ട് എന്ന് പറയുകയും ഇവിടുത്തെ പട്ടികളെ കടിച്ചു കൊണ്ടുപോയതായിട്ടുള്ള വിവരം അറിയിക്കുകയും അതുപ്രകാരം നമ്മൾ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിരന്തരം പെട്രോളിംഗ് നടത്തുകയും ചെയ്തു. എന്നിരുന്നാലും ഇന്നലെ ഒരു മൂരിക്കുട്ടിയെ അത് കടിച്ച് അതിനെ കൊല്ലുകയുണ്ടായത്. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ഇവിടെ കൂട് വെക്കേണ്ട ആവശ്യം വന്നതും അതിൽ നമ്മൾ ഒരു അടിയന്തരമായിട്ട് നമ്മൾ ഇടപെട്ട് അവർ കൂടി സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് പുലർച്ചെ
ഈ കൂട്ടിൽ പുലി കുടുങ്ങിയിരിക്കുന്നത്. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി നഗരസഭ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. കുറ്റിക്കോട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് നഗരസഭയുടെ അനുമതി ആവശ്യപ്പെട്ടുള്ള അജണ്ടയാണ് തർക്കത്തിലായത്. ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്ത പദ്ധതിക്ക് അനുമതി നൽകാനാകില്ലെന്ന് ഭരണപക്ഷവും നിലപാടെടുത്തു. നഗരസഭയിലെ 20-ാം വാർഡിൽ ഉൾപ്പെട്ട കുറ്റിക്കോട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത്. പദ്ധതിയുടെ മോട്ടോർ ഹൌസ് സ്ഥിതി ചെയ്യുന്ന സ്ഥല ഉടമയുമായുള്ള തർക്കത്തെ തുടർന്ന് നിലവിൽ പദ്ധതി പ്രവർത്തനരഹിതമാണ്. ഇതേ തുടർന്ന് പദ്ധതിക്കായി മറ്റൊരു സ്ഥലത്ത് പുതിയ കിണർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനായി 1 സെന്റ് സ്ഥലവും അവിടെയുള്ള കിണറും നഗരസഭയ്ക്ക് നൽകാൻ ഉടമകൾ സമ്മതപത്രം നൽകിയിട്ടുണ്ട്. സ്ഥലത്ത് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുള്ള അജണ്ട സപ്ലിമെന്ററിയായി കൗൺസിൽ പരിഗണിക്കുമ്പോഴാണ് തർക്കമായത്. ഇക്കാര്യം സ്ഥലം വാർഡ് കൗൺസിലർ മീറ നൌഫൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അനധികൃതമായി കട്ട് ചെയ്ത കണക്ഷൻ ഈ പമ്പോസിൽ മാറ്റി സ്ഥാപിക്കുക എന്നൊരു പ്രോസസ്സേ വേണ്ടുള്ളൂ, അതിന് അനുമതി വേണ്ടുള്ളൂ. ആരുടെ സെക്രട്ടറിയുടെ പേരിലുള്ള നഗരസഭ തന്നെയാണ് വരുന്നത്. ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത പദ്ധതിക്ക് അനുമതി നൽകാനാകില്ലെന്നും നഗരസഭയ്ക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ ഉടൻ അനുമതി നൽകാമെന്ന് സെക്രട്ടറിയും ഭരണപക്ഷവും നിലപാടെടുത്തു. ഈ പ്രോപ്പർട്ടി നമ്മുടെ ഒരു രൂപ വെക്കുമ്പോൾ മുഴുവൻ ആസ്തി രജിസ്റ്ററിൽ. ഇതോടെ നഗരസഭയിൽ മറ്റു പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതെല്ലാം ആസ്തിയിൽ ഉൾപ്പെട്ടതാണോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ CA ബക്കർ ആവശ്യപ്പെട്ടു. ഇതിന് മറുപടിയുമായി ഭരണപക്ഷ കൗൺസിലർ സച്ചിദാനന്ദനും രംഗത്തെത്തി. ഇവിടെ പണിയെടുക്കുന്ന റോഡുകളൊക്കെ ആസ്തിയുള്ള തന്നെയാണ്, ആസ്തിയുള്ള റോഡിനോട് പണികൾ അല്ലാതെ പറയട്ടെ അങ്ങനെ വെല്ലുവിളിയൊന്നും 5 പൈസ ചെലവില്ല. വാർഡിൽ പോലെ ഇലക്ഷന്റെ സമയത്ത് ആ ടൈമിൽ ഇവര് കുടിവെള്ളം കൊണ്ട് എന്താ കാണിച്ചിരുന്നത്? ഇപ്പൊ ഇവിടെ വന്നപ്പോ മാത്രം എത്ര രോഷം. കൂടുതൽ 18-ാം വാർഡിലാണ് വെള്ളം. അത് 20-ാം വാർഡിൽ വെള്ളം കിട്ടണമെന്നില്ല. തർക്കത്തിനിടെ 8ാമത്തെ അജണ്ടയിൽ ചർച്ചയായ ഹോസ്പിറ്റലിലെ കക്കൂസ് മാലിന്യം നീക്കം ചെയ്യുന്നവർ അത് നഗരസഭാ പരിധിയിൽ തള്ളുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന പ്രതിപക്ഷ കൗൺസിലർ P. സുബീഷിന്റെ ആവശ്യം വീണ്ടും വിഷയമായി വന്നു. ഇതോടെ തർക്കം രൂക്ഷമായി. ഇവിടെ എല്ലാവരും ചെയ്യണ പോലെ ചെയ്യണം. ഗവൺമെന്റ് ആശുപത്രിയിലെ കക്കൂസ് മാലിന്യം ടാങ്കറിൽ കൊണ്ടുപോകുന്നത് എവിടെ തള്ളുന്നു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട എന്ന നിലപാട് ബെഞ്ചിനുണ്ടോ, ഡെസ്കിലുണ്ടോ? കൊണ്ടുപോകുന്നത് പിന്നെ
നഗരസഭാ പരിധിയിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി വന്ധ്യംകരണ നടപടികൾ ഊർജിതമാക്കാനും സ്ഥലം ലഭ്യമായാൽ പ്രത്യേകം ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാനും നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. നഗരസഭയിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി വന്ധ്യംകരണ നടപടികൾ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം. ഇത് സംബന്ധിച്ച് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ കത്താണ് കൗൺസിൽ പരിഗണനയിൽ വന്നത്. 20 അജണ്ടകളും ഒരു സപ്ലിമെന്ററി അജണ്ടയുമാണ് ശനിയാഴ്ച ചേർന്ന യോഗത്തിൽ ചർച്ചയായത്. CCN ചെറുപ്പുളശ്ശേരി. തച്ചനാട്ടുകര കൃഷിഭവൻ പരിധിയിലെ ചെത്തല്ലൂർ സൗത്ത് മാമ്പ്ര പാടശേഖരത്തിറക്കിയ നെൽകൃഷി പൂർണ്ണമായും നശിച്ച നിലയിൽ. വിളവെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ നെല്ല് മുഴുവൻ പതിരായി മാറിയത് കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. 3.5 ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് ഒരു മണി അരി പോലുമില്ലാതെ ഉപയോഗശൂന്യമായത്. തച്ചനാട്ടുകര കൃഷിഭവനിൽ നിന്നും ലഭിച്ച പൊന്മണി വിത്തുകളാണ് കർഷകർ ഇത്തവണ വിതച്ചത്. തുടക്കത്തിൽ മികച്ച വളർച്ചയും പരിചരണവും നൽകിയതിനാൽ വിളവ് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ നെല്ല് പതിരായി മാറുകയായിരുന്നു. 65 വർഷമായി കൃഷി ചെയ്യുന്ന താഴത്തേതിൽ കൃഷ്ണൻകുട്ടിയെ പോലുള്ള മുതിർന്ന കർഷകർ പോലും തങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണെന്ന് വേദനയോടെ പറയുന്നു. 65 കൊല്ലമായി സാറേ ഞങ്ങൾ ഈ കൃഷിപ്പണി തുടങ്ങിയിട്ട്. ഇക്കണ്ട കാലം വരെ ഞങ്ങൾക്ക് ഈ കൃഷിയിൽ ഇങ്ങനെ ഒരു നഷ്ടം വന്നിട്ടില്ല. അതുകൊണ്ട് ഇക്കുറി ഞാറ് ഭാവി ഞാറ് നല്ല നന്നായി നല്ല സന്തോഷപ്പെട്ട് നെല്ല് നല്ല മരുന്നൊക്കെ അടിച്ച് നല്ല ഭംഗിയിൽ വന്നതാണ്. കോലും പൊട്ടിലും കതിരും ഇങ്ങനെ ആയപ്പോൾ കതിർ വന്നപ്പോൾ ഞങ്ങൾ സന്തോഷപ്പെട്ടു. കതിർ വന്നിട്ട് ഒരൊറ്റ മടി പിടിക്കുന്നില്ല. അങ്ങനെ വളഞ്ഞ നിന്നൊരു ഊരി കഴിഞ്ഞാൽ വെറും പതിര്. അപ്പോൾ അതുകൊണ്ട് 65 കൊല്ലത്തിപ്പുറം ഇങ്ങനെ ഒരു കൃഷിപ്പണി ഞങ്ങൾ കണ്ടിട്ടില്ല. നെല്ല് ഇങ്ങനെ വിത്ത് കണ്ടില്ല. കൃഷിഭവനിൽ നിന്ന് ഇറക്കിയ വിത്ത് തന്നെ ഞങ്ങൾക്ക് അപ്പത്തിൽ ചെറിയൊരു സംശയമുണ്ട്, എന്താണെന്ന് അറിയില്ല. വേറെ വിത്ത് നട്ടത് ഒരു കേടുമില്ല. അത് നെല്ല് പഴുത്ത് വെക്കണം, ആര് വന്നാലും കാണാം. അപ്പോൾ അത്ര മാത്രം പറഞ്ഞ് ഞാൻ എന്തിനാ വെറുതെ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കി ബുദ്ധിമുട്ടിയിലിങ്ങനെ വിഷമം കൊണ്ട് പറയുകയാണ്. അപ്പോൾ അതിന് വന്ന് മേലുദ്യോഗസ്ഥന്മാരും ആരും വന്ന് അതിന് വേണ്ട കൈകാര്യം ചെയ്താലേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴിയുള്ളൂ. ഇത് കൊയ്യാൻ വെറുതെ കണ്ടത്തിലിടാൻ പറ്റില്ല. വൈക്കോല് എന്താ ചെയ്യുക? കണ്ടന്ന് ഒഴിവാക്കേണ്ടത് അതിനും കൂടി പൈസ കൈ നിറക്കാനുള്ള സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഞങ്ങൾക്കൊരു പരിഹാരം ചെയ്തു തന്നിട്ടേ പറ്റുള്ളൂ. താഴത്തേതിൽ ചാമിക്കുട്ടി, താഴത്തേതിൽ ഉണ്ണികൃഷ്ണൻ, മാമ്പ്ര കോരപ്പൻ തൊടി കുമാരി, ഒറ്റക്കണ്ടത്തിൽ ശങ്കരനാരായണൻ, താഴത്തേതിൽ കൃഷ്ണൻകുട്ടി എന്നിവരുടെ നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. ഞങ്ങൾ ഈ സോളാർ വരുന്ന മുമ്പ് വളരെ പന്നിശല്യം കൊണ്ട് ഒന്നും ഉണ്ടായാൽ മതി, മുഴുവൻ നശിക്കുക വന്നു. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് പകുതി കൃഷിക്കാരും കുറച്ച് പഞ്ചായത്തുമായിട്ട് ഇത് സോളാർ ഇട്ടു. അപ്പോൾ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കൃഷി ഇങ്ങനെ നശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സങ്കടമാണ്. അവിടെ എന്തെങ്കിലും നിർത്തി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ കൃഷിയിൽ നിന്ന് ഒരു കൃഷിപ്പണി നിർത്തി ജീവിച്ച ആൾക്കാരെ ഞങ്ങൾ ഈ കാലം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു ഏക്കർ ഇപ്പോൾ ഫുള്ള് പണി കഴിയുമ്പോൾ 50,000 ഉറപ്പ് വരും. അത് ഞങ്ങളുടെ കയ്യിൽ നഷ്ടമാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ കൊയ്യണമെങ്കിൽ ആളെ കൂലി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ധനസഹായം കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്യാൻ തയ്യാറില്ല. ഇതേസമയം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയ ഇതേ ഇനം വിത്ത് ഉപയോഗിച്ച കർഷകർക്ക് 100 മേനി വിളവ് ലഭിച്ചതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. 1 ഏക്കർ സ്ഥലത്തെ കൃഷി ഇറക്കി വിളവെടുപ്പിൽ എത്തുമ്പോഴേക്കും ഏകദേശം 50,000 രൂപയോളം ചിലവ് വരുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. കൊയ്ത്തിനായി മാത്രം ഏക്കറിന് 15,000 രൂപയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈടാക്കുന്നത്. പന്നിശല്യം ഒഴിവാക്കാൻ സോളാർ വേലി ഉൾപ്പെടെ സ്ഥാപിച്ച് സംരക്ഷിച്ച കൃഷിയാണ് ഇപ്പോൾ വൈക്കോൽ മാത്രമായി അവശേഷിക്കുന്നത്. കൃഷി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ കാരണം കണ്ടെത്താനായിട്ടില്ല. കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന മാമ്പ്രയിലെ കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നും ഇതിന് അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് താഴത്തേതിൽ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഈ പാടശേഖരത്തിൽ നിന്നാണ് വിത്ത് കൊടുന്നത്. ഞങ്ങൾ പാവിപ്പോ ഒരു കുഴപ്പമില്ല, മുളയ്ക്കുകയും ചെയ്തു. നട്ടിട്ടും തന്നെ നെല്ല് നന്നായി. മരുന്നടിച്ചു, 2 പ്രാവശ്യം മരുന്നടിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു.
പക്ഷേ ഈ നെല്ല് വന്ന് കതിരായ നേരത്താണ് ഈ സംഭവം. പിന്നെ ഒടിയണില്ല, നെല്ല് ചെടി കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറഞ്ഞല്ല അതിൽ മണി വരുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം വന്നത്. ഒരു 2-3 ഏക്കർ എൻ്റെ അടുത്ത്, 3.5 ഏക്കർ എൻ്റെ അടുത്തുണ്ട് ഞങ്ങൾ ഈ വിത്ത് കൊടുന്ന് ഇതാക്കിയിട്ട്. പക്ഷെ ഒന്നും ഇതേമാതിരി തന്നെയാണ്. വേറെ വിത്ത് വേറെ മറ്റൊരു വന്ന് മേടിച്ച് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ വിത്തിന് മാത്രമാണ് കുഴപ്പം വന്നത്. എന്താണെന്ന് അറിയില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം പറ്റിയത്. അതിപ്പോൾ നഷ്ടപരിഹാരം കിട്ടിയല്ലാതെ രക്ഷയില്ല. എന്താ വെച്ചാൽ അത്രയും പൈസയും എടുത്തിട്ട് നമ്മളത് കൃഷിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ സപ്ലൈക്ക് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പതിര് കൊടുക്കാൻ പറ്റില്ലല്ലോ. നല്ല ക്ലിയർ ആയിട്ട് ചേറി ഇതാക്കിയിട്ട് കൊടുക്കണ്ടേ. ഇത് മുഴുവൻ കൊയ്ത് കഴിഞ്ഞാൽ മുഴുവൻ പതിരാ, പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അതാണ്. അല്ലാത്ത പക്ഷം കനത്ത കടബാധ്യത മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ കർഷകർ. CCN ചത്തല്ലൂർ. അപൂർവ രക്താർബുദം ബാധിച്ച 8 വയസ്സുകാരൻ കാർത്തികേയന്റെ ചികിത്സയ്ക്കായി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് പെരിങ്ങോട്ടുകുറിശ്ശിയും സംയുക്തമായി കാരുണ്യ വിപ്ലവം സംഘടിപ്പിക്കുന്നു. കോണിക്കഴി മുണ്ടുള്ളി വീട്ടിൽ മണികണ്ഠന്റെ മകനാണ് കാർത്തികേയൻ. ഇനിയും തുക ആവശ്യമാണ്. നമ്മൾ കാരുണ്യ വിപ്ലവം നടത്തുമ്പോൾ ഒരു രോഗിക്ക് വേണ്ടി മാത്രമല്ല കാരുണ്യ വിപ്ലവം നടത്തുക. ആ ഗ്രാമപഞ്ചായത്തിലുള്ള നിരവധി ക്യാൻസർ കിഡ്നി പേഷ്യൻസിന് സമാശ്വാസ ചികിത്സാ ധനസഹായം നൽകുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. നേരത്തെ വെള്ളിനേഴിയിൽ ഇതേപോലെ കാരുണ്യ വിപ്ലവം നടത്തിയ സമയത്ത് വെള്ളിനേഴിയിൽ മാത്രം നമ്മൾ വിതരണം ചെയ്ത് 305 രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായമായിരുന്നു. ആ രോഗിക്ക് ആവശ്യമായുള്ള തുക കഴിച്ച് ബാക്കി 305 പേർക്ക് ചികിത്സാ ധനസഹായം കൊടുക്കാൻ കഴിഞ്ഞു. പൂക്കോട്ടുകാവിൽ അടുത്തിടെ കഴിഞ്ഞ വർഷം നടന്ന കാരുണ്യ വിപ്ലവത്തിലൂടെ നമ്മൾ സമാഹരിച്ചത് 1,30,00,000 രൂപയാണ്. അതിൽ 75 ലക്ഷം രൂപ രോഗിക്ക് ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായിട്ട് നൽകിയതിന് ശേഷം ബാക്കി 55 ലക്ഷത്തോളം രൂപ 269 രോഗികൾക്ക് ചികിത്സാ ധനസഹായമായിട്ട് നൽകാൻ കഴിയും. ഇവിടെയും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 3 കോടി രൂപ സമാഹരിക്കുക എന്നതാണ്. രോഗിക്ക് ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായിട്ട് 2 കോടിയോളം രൂപയും ബാക്കി വരുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 500ഓളം ക്യാൻസർ കിഡ്നി പേഷ്യൻസിന് ചികിത്സാ ധനസഹായമായി കൊടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ടോട്ടൽ ഇതിൽ എത്രയാണോ കളക്ഷൻ വരുന്നത് അതിൻ്റെ 75% രോഗി ഉൾപ്പെടെ ഇവിടുത്തെ മറ്റു രോഗികൾക്കായിട്ട് വീതിച്ചു കൊടുക്കുകയും 25% പുറമേയുള്ള ഈ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി ക്യാൻസർ കിഡ്നി പേഷ്യൻസിന് ചികിത്സാ ധനസഹായമായിട്ട് നൽകുകയാണ് ചെയ്യാം. മെറ്റാസ്റ്റാറ്റിക് ന്യൂറോബ്ലാസ്റ്റോമ ബാധിച്ച് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള കാർത്തികേയന് ഇമ്മ്യൂണോതെറാപ്പി നടത്തുന്നതിനായുള്ള ഭീമമായ തുക കണ്ടെത്താനാണ് ഈ ജനകീയ ധനസമാഹരണം. ജനുവരി 26 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നീളുന്ന 6 മണിക്കൂർ കൊണ്ടാണ് 1 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. കോണിക്കഴി മുണ്ടുള്ളി വീട്ടിൽ മണികണ്ഠന്റെ മകനാണ് കാർത്തികേയൻ. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കും. 35 പേരടങ്ങുന്ന 100 സ്ക്വാഡുകൾ 100 സീൽഡ് ബക്കറ്റുകളുമായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും എത്തും. ഓരോ സ്ക്വാഡിനും പരമാവധി 75 വീടുകൾ ഉൾപ്പെടുന്ന ബൂത്തുകളാണ് പ്രവർത്തന മേഖലയായി നിശ്ചയിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് പുലാപ്പറ്റ KV ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ഫിലിപ്പ് മമ്പാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് 9 മണിക്ക് ഓരോ ബൂത്തുകളിലെയും നിശ്ചയിച്ച വീടുകളിൽ ബൂത്ത് തല ഉദ്ഘാടനങ്ങൾ നടക്കും. ശേഖരിക്കുന്ന തുക വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് പുലാപ്പറ്റ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് സെക്രട്ടറിക്ക് കൈമാറും. രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ശേഖരിക്കുന്ന തുകയുടെ 75% കാർത്തികേയന്റെ ചികിത്സയ്ക്കും കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ 20 വാർഡുകളിലെ നിർധനരായ രോഗികൾക്കുമായി വിനിയോഗിക്കും. ബാക്കി തുക പഞ്ചായത്തിന് പുറത്തുള്ള അർഹരായ രോഗികൾക്ക് നൽകും. കാരുണ്യ വിപ്ലവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം അന്നത്തെ ദിവസം രാവിലെ 8 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. KP ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അവിടെ നമ്മൾ പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. എല്ലാവരെയും അവിടേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ 500ഓളം പേരെ മാത്രം, ഇതിന്റെ മുന്നണി പോരാളികളായിട്ടുള്ള 500ഓളം പേർക്ക് മാത്രമാണ് അന്നത്തെ ദിവസം രാവിലെ ആ ഓഡിറ്റോറിയത്തിലേക്ക് വരാനുള്ള അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ. അവരുടെ മുന്നിൽ വെച്ച് പ്രശസ്ത പ്രചോദന പ്രഭാഷകൻ ശ്രീ ഫിലിപ്പ് മമ്പാട്, അദ്ദേഹമാണ് ഈ ഔപചാരികമായിട്ട് കാരുണ്യ വിപ്ലവം ഉദ്ഘാടനം ചെയ്യുന്നത്.
ഉദ്ഘാടനം ചെയ്യുന്നതിന് തന്നെ ഒരു മാനദണ്ഡം നമ്മൾ വെച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ ആദ്യം ബക്കറ്റിൽ ഇടുന്ന ആൾക്കാണ് ഉദ്ഘാടന തുക കൈമാറാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിൽ തന്നെ 1 ലക്ഷം രൂപയായിരിക്കും ആദ്യം ബക്കറ്റിൽ ഇടുക. കൃത്യം 9 മണിക്കായിരിക്കും ബൂത്ത് തല ഉദ്ഘാടനം. ഒരേ സമയത്ത് തന്നെ 100 ബൂത്തുകളുടെയും ഉദ്ഘാടനം ഒരേ സമയം നടക്കും. അപ്പോൾ അവിടെയും നമ്മൾ ഉദ്ഘാടനത്തിനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. മിനിമം 5000 രൂപ ആദ്യമായിട്ട് ബക്കറ്റ് ഇടാനായിട്ട് ആര് തയ്യാറാവുന്നു അവരുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ബൂത്ത് തല ഉദ്ഘാടനം നടക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ബൂത്ത് തല മീറ്റിംഗിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ കാരുണ്യ വിപ്ലവം സ്റ്റാർട്ട് ചെയ്തു. 9 മണിക്കാണ് പൊതുവായിട്ടുള്ള കാരുണ്യ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുക. 9:01 നോക്കുമ്പോൾ നമ്മുടെ സ്കോർ ബോർഡിൽ കാണുക മിനിമം 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ആയിരിക്കും. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. വാർത്താ സമ്മേളനത്തിൽ ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകൻ വി രമേശ്, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന, പി ബാലകൃഷ്ണൻ, ജോജോ പുത്തൻപുരയ്ക്കൽ, ജനറൽ കൺവീനർ ശങ്കർ ജി കോങ്ങാട്, ദയ ട്രസ്റ്റി മോഹൻദാസ് മഠത്തിൽ, മണികണ്ഠൻ മുണ്ടൊള്ളി എന്നിവർ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. ഡിവൈഎഫ്ഐ മണ്ണമ്പറ്റ മേഖലാ കമ്മിറ്റി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK മിനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പിന്നെ സൗജന്യമായിട്ട് തന്നെ പല ക്യാമ്പുകളും നടത്തുന്നുണ്ട്. കണ്ണ് ക്യാമ്പുകളായാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള പല മേഖലയിലുള്ള ക്യാമ്പുകളും നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ കണ്ണ് ക്യാമ്പുകൾ നമ്മൾ പല ആശുപത്രിക്കാരുടെ കെയർ ഓഫിൽ നമ്മൾ നടത്തി വരുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐയും ഫൗണ്ടേഷനും അഖില ഫൗണ്ടേഷനും കൂടിയിട്ടാണ് ഈ കണ്ണ് ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം, ഈ നാട്ടുകാരുടെ പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളതാണ് ഓരോ ക്യാമ്പിൻ്റെയും നമ്മുടെ ലക്ഷ്യം. സൗജന്യമായിട്ട് നമുക്കിവിടെ വന്ന് കണ്ണ് നോക്കിയിട്ട് എന്തെങ്കിലും അതിന് കണ്ണിൻ്റെ അസുഖങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കാം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനത്തോടനുബന്ധിച്ചാണ് മണ്ണമ്പറ്റ മേഖലാ കമ്മിറ്റി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 7ാം വാർഡ് അംഗം സി ഓമന, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KK ഗോപി, മേഖലാ സെക്രട്ടറി ബിനേഷ്, മേഖലാ പ്രസിഡന്റ് ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി വിദ്യ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മണ്ണാർക്കാട് അഹല്യ ഫൗണ്ടേഷനിലെ ഡോക്ടർ ബൃന്ദ, PRO ഹരിപ്രസാദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. LDF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1 മുതൽ 15 വരെ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം D ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞു. ഇനി വേറെ ഏതോ ആദിജിയാണ് MNRG കഴിഞ്ഞു. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയിരിക്കുന്ന ഒരു പുതിയ നിയമത്തിന്റെ പേര് സ്ത്രീ ശക്തി നീതി എന്നാണ്. സ്ത്രീ ശക്തി നീതി, ശ്രം ശക്തി നീതി 2025 എന്ന് പറഞ്ഞിട്ടൊരു നിയമം പാസാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് അധ്വാനം, തൊഴിൽ എന്ന് പറയുന്നത് ഒരു അവകാശമല്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ക്യാപ്റ്റനായ ജാഥയ്ക്ക് ഫെബ്രുവരി 11 വൈകുന്നേരം 4 മണിക്ക് പെരിന്തൽമണ്ണയിൽ നൽകുന്ന സ്വീകരണം വൻ വിജയമാക്കാൻ അലങ്കാർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. MA അജയ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹംസ പാലൂർ, K രാധാമോഹനൻ, E രാജേഷ്, ബൂട്ടോ ഉമ്മർ, K ശ്യാംപ്രസാദ്, തങ്കച്ചൻ പാറത്തറ, MM മുസ്തഫ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി MA അജയ്കുമാർ ചെയർമാനായും E രാജേഷ് കൺവീനറായും 501 അംഗ സംഘാടക സമിതിയെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 3 വികസന മുന്നേറ്റ ജാഥകളാണ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 3 വരെ നിളാതീരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവത്തെ നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങി ബൃഹത്തായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്.
അമൃതാനന്ദമയി മുഖ്യ രക്ഷാധികാരിയായ സ്ഥിരം സമിതിയുടെ കീഴിലുള്ള സംഘാടക സമിതിയാണ് ത്രിമൂർത്തി സ്നാനഘട്ടത്തിലെ മാഘമക മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ജനുവരി 23-ന് ആരംഭിച്ച രഥയാത്ര ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിലെ ശൃംഗേരി ശങ്കരപീഠത്തിൽ നടന്ന പ്രത്യേക പൂജയും കഴിഞ്ഞ് 25-ന് എടപ്പാളിലെത്തും. തുടർന്ന് വാദ്യഘോഷങ്ങളോടെ രഥയാത്രയ്ക്ക് വൻ സ്വീകരണമൊരുക്കും. രഥയാത്ര വൈകിട്ടോടെ യാഗഭൂമിയിലെത്തുമ്പോൾ കൊടിയേറ്റത്തോടെ യജ്ഞഭൂവിൽ ഉത്സവത്തിന് തുടക്കമാവും. അന്നു മുതൽ വിവിധ യജ്ഞങ്ങൾക്കും ഇവിടെ തുടക്കം കുറിക്കും. തവനൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞവേദിയിലും ബ്രഹ്മശിവ ക്ഷേത്രാങ്കണങ്ങളിലുമായാണ് ആഘോഷ ചടങ്ങുകൾ നടക്കുക. ശ്രീചക്രയാഗം, വൈചാരിക സദസ്, വേദപാരായണം, പ്രഗത്ഭ ആചാര്യന്മാരുടെയും പൂജനീയ സന്യാസി വര്യന്മാരുടെയും പണ്ഡിത ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ പൂജകളും യാഗങ്ങളും, അഘോര ഭൈരവ ശ്രീചക്രയാഗങ്ങളും, വിവിധ അഖാഡകളുടെ നേതൃത്വത്തിലുള്ള ഉത്സവ ദിനങ്ങളും നില ആരതിയും എല്ലാം അടങ്ങുന്നതാണ് ഈ വർഷത്തെ മാഘമഹ മഹോത്സവത്തിന്റെ പ്രധാന കാര്യക്രമങ്ങളെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബദ്രികാശ്രമം അഥവാ ജ്യോതിർമഠത്തിന്റെ പീഠാധീശരായിട്ടുള്ള അഭിമുക്തേശ്വരാനന്ദ സരസ്വതി പ്രയാഗ് കുംഭമേളയിൽ പരസ്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ കുംഭമേളയിൽ അദ്ദേഹത്തിന്റെ ശിബിരം ഉണ്ടാകും. എന്നുവെച്ചാൽ എല്ലാ ആൾക്കാർക്കും, എല്ലാ സന്യാസിമാർക്കും, വേണമെങ്കിൽ എല്ലാ ഗൃഹസ്ഥികൾക്കും. ഇപ്പൊ പ്രയാഗിലെ കുംഭമേള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മാഹമേള എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥികളുടേതാണ്. അവിടെ സന്യാസിമാർക്കൊന്നും അധികം പ്രാമുഖ്യമില്ല. അത് എല്ലാ ഭക്തന്മാർക്കും വന്ന് ഒരു മാസ കാലഘട്ടത്തിൽ അവിടെ വന്ന് പൂജിച്ച് കുടില് കെട്ടി പൂജിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഇതാണ് മാഹമേള എന്ന് പറയുന്ന ഒരു ആരാധനാ ക്രമം വരുന്നത്. അപ്പോ ഈ 12 വർഷത്തിൽ ഒരിക്കൽ വരുന്ന നമ്മുടെ പൂജ്യസ്വാമിനി 2016 തൊട്ടിട്ട് അവർ ആരംഭിച്ചിരിക്കുന്നുണ്ട്. 2028 ആകുമ്പോൾ അതൊരു മഹാകുംഭമേളയായിട്ട് മാറും. അത് നമ്മുടെ പൂജ്യ ആനന്ദവനം സ്വാമിജി മഹാമണ്ഡലേശ്വർ പറഞ്ഞു കഴിഞ്ഞു. 2028 അതൊരു പൂർണ്ണ കുംഭമേളയായിട്ട് തുടങ്ങി അത് വിപുലീകരിക്കാൻ പറ്റും. ഇപ്പൊ ഇതെന്ന് വെച്ചാല് നമ്മളിപ്പോ പറയാ ഒരു ചെറിയ തൃശ്ശൂർ പൂരത്തിനുള്ള ആളെ അത്രയൊക്കെ ഒരു ഇതിലേക്ക് നമ്മൾ വികസിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ത്രിമൂർത്തി സംഗമ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ കൺവീനർ സ്വാമിനി അതുല്യാമൃത പ്രാണ, സഭാപതി സ്വാമി സംവിധാനന്ദ, KG വേണുഗോപാൽ, ബിജു പ്രദീപ് മേലാറ്റൂർ, ശ്യാം കെ വാര്യർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ സപ്തമി ദിനമായ രഥസപ്തമി ജനുവരി 25-ന് തിരുനാവായയിൽ വിശേഷമായി ആചരിക്കും. അന്ധകാരത്താൽ മൂടിയ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിച്ച ദിനമായി കണക്കാക്കപ്പെടുന്ന രഥസപ്തമി സൂര്യാരാധനയ്ക്കുള്ള ദിനമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കശ്യപ മഹർഷിയുടെയും ദേവമാതാവായ അതിഥിയുടെയും പുത്രനായി സൂര്യൻ പിറന്ന ദിനമായാണ് രഥസപ്തമി ആചരിക്കുന്നത്. ഈ ദിനത്തിൽ സൂര്യൻ ഉത്തരായന യാത്രയിൽ ദക്ഷിണ ഭാരതത്തിൽ ചൂട് വർദ്ധിക്കുകയും വസന്ത സൂചനകൾ ആരംഭിക്കുകയും ചെയ്യുന്നതും ഈ ദിനത്തോടെയാണെന്ന് വിശ്വാസം നിലനിൽക്കുന്നു. സന്താന സൗഖ്യം ലഭിക്കാത്തവർക്ക് ഈ ദിനത്തിൽ ചെയ്യുന്ന സൂര്യജപവും പുണ്യസ്നാനവും ഗുണകരമാണെന്നും വിശ്വാസമുണ്ട്. ആദിത്യ ഹൃദയ മന്ത്രം, സൂര്യാഷ്ടകം, സൂര്യകവചം എന്നിവ ജപിച്ച് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ അകറ്റാനും പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും ഉത്തമ മാർഗമാണെന്ന് ആചാര്യർ പറയുന്നു. ഈ ദിനത്തിലെ പുണ്യസ്നാനം ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതത്തിന്റെയും പുതു ആരംഭത്തിന്റെയും സൂചനയായി കണക്കാക്കപ്പെടുന്നു. നവഗ്രഹ ദോഷങ്ങൾ മാറാനും ജീവിതത്തിൽ സൂര്യബലം വർദ്ധിക്കാനും അനുഗ്രഹമാകുന്ന ഈ പ്രത്യേക പുണ്യനദി സ്നാനം കേരള കുംഭമേളയുടെ ഭാഗമായി ജനുവരി 25-ന് തിരുനാവായയിലെ ഭാരതപ്പുഴയിൽ നടത്തപ്പെടുമെന്ന് സംഘാടകർ അറിയിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ നാട്ടുകാരിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. ചെന്തുണ്ട് ഭാഗത്താണ് പുലി കൂട്ടിലായത്. കഴിഞ്ഞ ദിവസം 6 മാസം പ്രായമുള്ള പശുക്കിടാവിനെ പുലി പിടിച്ചിരുന്നു. ഏകദേശം 5 വയസ്സ് പ്രായമുള്ള പുലിയാണ് കൂട്ടിലായത്. ചെർപ്പുളശ്ശേരി നഗരസഭ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. കുറ്റിക്കോട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് നഗരസഭയുടെ അനുമതി ആവശ്യപ്പെട്ടുള്ള
അജണ്ടയാണ് തർക്കത്തിലായത്. ആർസി രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത പദ്ധതിക്ക് അനുമതി നൽകാനാകില്ലെന്ന് ഭരണപക്ഷവും നിലപാടെടുത്തു. തച്ചനാട്ടുകര കൃഷിഭവൻ പരിധിയിലെ ചെത്തല്ലൂർ സൗത്ത് മാമ്പ്ര പാടശേഖരത്തിറക്കിയ നെൽകൃഷി പൂർണ്ണമായും നശിച്ച നിലയിൽ. വിളവെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ നെല്ല് മുഴുവൻ പതിരായി മാറിയത് കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. 3.5 ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് 1 മണി അരി പോലുമില്ലാതെ ഉപയോഗശൂന്യമായത്. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 3 വരെ നിലാതീരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവത്തെ നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങി ബൃഹത്തായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.